ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. അപ്പം നമ്മൾ ഇത് 2024 സമ്മിറ്റുകളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ കണ്ടതാ കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രിലിമിനറി പരീക്ഷകൾ ഇപ്പോൾ കഴിഞ്ഞ പ്രിലിമിനറിക്കൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സമ്മിറ്റുകളും അതിൻ്റെ വേദികളും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടാണ് നടക്കാം. അതിന് മുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും സജഷനൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, കേൾക്കുന്നില്ല അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ബ്രിക്സ് സമ്മിറ്റ് 2024 ഹെൽഡറ്റ്. ഈ ബ്രിക്സ് സമ്മിറ്റാണ്. സമ്മിറ്റ് നമുക്കറിയാം. നമ്മുടെ വാക്ക് എന്താണ്? സമ്മിറ്റ്. SUMMIT ആണ്. SUMMIT. അപ്പം ആ ബ്രിക്സ് സമ്മിറ്റ് 2024 നടന്നത് റഷ്യയിലാണ്. റഷ്യയിലാണ് നമുക്കറിയാം. റഷ്യയിൽ എവിടെയാണ് നടന്നത്? കസാനിലാണ്. റഷ്യയിൽ എവിടെ നടന്നത്? കസാനിലാണ്. കസാൻ നമ്മൾ ഓൾറെഡി ഓപ്ഷൻ പലതും കണ്ടതാണ്. കസാൻ നമ്മൾ നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് 10th പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഈ ചോദ്യം നമ്മൾ കണ്ടതാണ്. അപ്പം ബ്രിക്സ് സമ്മിറ്റ് 2024 റഷ്യ കസാൻ. ഓർത്തിരിക്കുമല്ലോ, റഷ്യ കസാൻ. അടുത്ത ചോദ്യം നോക്ക്. 19th നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് സമ്മിറ്റ് 2024. അപ്പം 2024 19ാമത്തെ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. നമുക്കറിയാം ചേരിചേരാ പ്രസ്ഥാന കോൺഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പം അത് നടന്നത് എവിടെ? ഉഗാണ്ടയിൽ കമ്പാലയിലാണ് എന്ത് നടന്നത്? നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് 19ാമത്തെ സമ്മിറ്റ് നടന്നത്. ഉഗാണ്ട എന്നെങ്കിലും ഓർത്തിരിക്കുക. കമ്പാല എന്ന് ഓർത്തിരിക്കുന്നത് ഏറ്റവും നല്ലത്. കമ്പാല. അപ്പം നാം എന്നാണ് ഷോർട്ട് ഫോം. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് അറിയാലോ. അടുത്ത് നോക്കൂ. 54ാമത്തെ 54th വേൾഡ് എക്കണോമിക് ഫോറം ദാവോസ്. സ്വിറ്റ്സർലൻഡിലാണ് ദാവോസ്. ഇത് നമുക്ക് കാണാതെ പഠിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സ്ഥിരം വേദിയാണ് എവിടെ? ദാവോസ് എപ്പോഴും വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സ്ഥിരം വേദിയാണ്. അത് ഓർത്തിരിക്കുക. അത് ഇപ്പോൾ കഴിഞ്ഞത് 54ാമത്തെ ആണെന്ന് ഓർത്തിരുന്നാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം നമ്മൾ 3 പറഞ്ഞു. ഏതൊക്കെയാണ്? ബ്രിക്സ് എവിടെയായിരുന്നു? ബ്രിക്സ് സമ്മിറ്റ് റഷ്യയിൽ എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? കസാൻ റഷ്യ. അടുത്ത നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എവിടെയായിരുന്നു? ഉഗാണ്ടയിലാണ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ഉഗാണ്ടയിൽ എവിടെ നടന്നത്? കമ്പാല. അടുത്ത് നമ്മൾ പറഞ്ഞു വേൾഡ് എക്കണോമിക് ഫോറം ദാവോസ്. അത് അങ്ങനെയേ അങ്ങ് പഠിച്ചു വെച്ചോളൂ. ദാവോസ് സ്വിറ്റ്സർലൻഡ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകൂ. മിസ് വേൾഡ് 2024 ഹോസ്റ്റ് സിറ്റി. മിസ് വേൾഡിൻ്റെ ലോകസുന്ദരി അല്ലേ? അപ്പം അത് എവിടെയായിരുന്നു? നമ്മുടെ സിറ്റി ഇന്ത്യയിൽ തന്നെ ആയിരുന്നു. മുംബൈയിൽ ഹോസ്റ്റ് സിറ്റി മുംബൈയിലായിരുന്നു. അതിനകത്ത് ഒരു 2 കാര്യം പഠിച്ചു നോക്കാനുണ്ട്. ആരായിരുന്നു വിന്നർ? ക്രിസ്റ്റീന പിസ്കോവയാണ് ലോകസുന്ദരി മിസ് വേൾഡ് 2024. അത് ഏത് രാജ്യക്കാരിയാണെന്ന് വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ റെപ്രസെൻ്റ് ആയിരുന്നു ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ. മിസ് വേൾഡ് 2024 ഹോസ്റ്റ് സിറ്റി മുംബൈ. അടുത്ത നാറ്റോ സമ്മിറ്റ് 2024. നാറ്റോ നടന്നത്? വാഷിങ്ടൺ DC. നാറ്റോ എന്താണ് അതിൻ്റെ ഫുൾ ഫോം? നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോയിൽ അവസാനം അംഗത്വം ലഭിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചത്. അതായത് സ്വീഡൻ അല്ലേ? 32ാമത്തെ അംഗമായി സ്വീഡൻ അംഗമായെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം നാറ്റോയുടെ സബ്മിറ്റ് 2024 എവിടെയായിരുന്നു? വാഷിങ്ടൺ DC. നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? നമുക്കറിയാം. എവിടെ? ബ്രസൽസ്. നാറ്റോ ഫോം ചെയ്തത് 1949. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് നാറ്റോ ഒക്കെ എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ട, PSCക്ക് നല്ല SSCക്കായാലും RRBക്കായാലും ഒക്കെ ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് നാറ്റോ ഒക്കെ. നാറ്റോ സമ്മിറ്റ് 2024 വാഷിങ്ടൺ DC.
അടുത്ത UN ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ് അതിനെയാണ് COP29 എന്നറിയപ്പെടുന്നത്. UN ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ് 2024 അതിൻ്റെ പേരാണ് COP29. അതായത് 29ാമത്തെ ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റാണ് നടന്നത്. എന്താണ് ഈ COP സമ്മിറ്റ് എന്ന് വെച്ചാൽ? കോപ്പ് എപ്പോഴും നമ്മളാണല്ലേ COP30, COP29, COP60 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഈ COP29? ഈ കോപ്പിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ നമ്മൾ COP എന്നല്ലേ എഴുതുന്നത്? COP കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അതായത് ഈ UN അംഗങ്ങളായിട്ടുള്ള കുറേ പാർട്ടീസ് ഉണ്ട്, അതായത് രാജ്യങ്ങളാണ്. അപ്പം അതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത്? അവരുടെ കോൺഫറൻസിനെയാണ് COP കൊണ്ട് സൂചിപ്പിക്കുന്നത്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പം ഇത് നമുക്കൊക്കെ എപ്പോഴും സംശയമാണ് എന്താണ് ഈ കോപ്പ് എപ്പോഴും പറയുന്നത് അല്ലേ. അപ്പോൾ ഈ COP29 ആണ് ലാസ്റ്റ് നടന്ന ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ്. അത് എവിടെയായിരുന്നു? അതിൻ്റെ വേദി ബാക്കു, അസർബൈജാൻ. ഓർത്തിരിക്കുമല്ലോ. ഇനി 2025 നടക്കാൻ പോകുന്ന COP30യുടെ വേദി എവിടെയാണെന്ന് അറിയാമോ? ബ്രസീലിലെ ബലമാണ്. 2025 അതായത് COP30യുടെ വേദി. ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ അതായത് കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ഇടും. COP30യുടെ വേദി ബ്രസീലാണ്. ബ്രസീലിലെ ബലം എന്ന് പറയുന്ന സിറ്റിയാണ് ബലം. ഓക്കെ, ഓർത്തിരിക്കേ. അത് ചോദിക്കും ചിലപ്പം. അപ്പം COP29 ബാക്കു, അസർബൈജാൻ. ഇതൊക്കെ ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, യുനെസ്കോ സെലക്റ്റഡ് വിച്ച് സിറ്റി ആസ് വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ഫോർ 2024? നമുക്കറിയാം പുസ്തക തലസ്ഥാനം ആയിട്ട് യുനെസ്കോ സെലക്ട് ചെയ്ത സിറ്റിയാണ് ഏത്? സ്ട്രാസ്ബർഗ്, ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് 2024 ബുക്ക് ക്യാപിറ്റൽ. ഓരോ വർഷം നമുക്കറിയാം ഓരോന്നുണ്ട്. അപ്പം 2024 സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. ഓർത്തിരിക്കും. അപ്പം നമുക്ക് ഇത്ര ഒന്നുകൂടെ പറയാം. ബ്രിക്സ് എവിടെയായിരുന്നു? റഷ്യയിലെ കസാനായിരുന്നു. നാം എവിടെയായിരുന്നു? ഉഗാണ്ടയിലെ കമ്പാല. ഓർത്തിരിക്കുമല്ലോ, കമ്പാല. അടുത്ത വേൾഡ് എക്കണോമിക് ഫോറം ദാവോസ്. മിസ് വേൾഡ് 2024 ഹോസ്റ്റ് സിറ്റി എവിടെയായിരുന്നു? മുംബൈയിലായിരുന്നു. അതിൻ്റെ വിന്നറാണ് ക്രിസ്റ്റീന പിസ്കോവ. അവരുടെ രാജ്യം ഏതാണ്? ചെക്ക് റിപ്പബ്ലിക്. ഓർത്തിരിക്കണേ. അടുത്തത് നാറ്റോ നമ്മളെവിടെ പറഞ്ഞ? വാഷിങ്ടൺ DC. 2024 ഈ പറയുന്നതെല്ലാം. UN ക്ലൈമറ്റ് ചേഞ്ച് COP29ൻ്റെ വേദി ബാക്കു, അസർബൈജാൻ. ഇതൊന്നും കോഡ് പറഞ്ഞിരുന്നാൽ നമുക്ക് വീണ്ടും അടുത്ത വർഷം വീണ്ടും നമുക്ക് ഇതേ കാര്യങ്ങൾ വരികയല്ലേ, സമ്മിറ്റുകളെല്ലാം. അപ്പോൾ ആ കോഡപ്പം നമ്മൾ വീണ്ടും മാറ്റി പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് 2 തവണ വായിച്ച് പഠിച്ചാൽ മതി. ഇപ്പം എനിക്ക് കാണുമ്പോൾ ഒന്ന് വായിക്കുക, പിന്നെ ഞാൻ പറയുമ്പോൾ ഒന്ന് കേൾക്കുക, പിന്നെ നിങ്ങൾ അവസാനം ഒന്നുകൂടെ വായിച്ചു നോക്കുക. അത്രയും മതി. ഇപ്പോൾ ഓപ്ഷനിൽ നിന്ന് കിട്ടിക്കോളും. യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ഏതായിരുന്നു? സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. അപ്പോൾ ഇത്രയും നമുക്ക് ഓക്കെ ആണല്ലോ. അടുത്തതിലോട്ട് പോയാലോ? അടുത്ത് നോക്കൂ, ബുക്ക് കോപ്പി റൈറ്റ് ഡേ. അതായത് നമുക്കറിയാം പുസ്തക പകർപ്പവകാശ ദിനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പുസ്തക പകർപ്പവകാശം, അതായത് കോപ്പിറൈറ്റിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്? പകർപ്പവകാശം. പുസ്തക പകർപ്പവകാശ ദിനമാണ് എന്ത്? കോപ്പിറൈറ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പം അത് ഏപ്രിൽ 23 ഏപ്രിൽ 23. ഓർത്തിരിക്കണേ, ഏപ്രിൽ 23. അതിനൊരു തീം ഉണ്ടായിരുന്നു. ആ തീമും കൂടെ ഓർത്തിരിക്കാം. റീഡ് യുവർ ഡേ. ആ പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ 23. അതിന് 2024 തീമായിരുന്നു റീഡ് യുവർ ഡേ. എന്താ റീഡ് യുവർ ഡേ? അടുത്ത് നോക്കൂ, ഇൻ ഏപ്രിൽ 2024 G7 ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് വാസ് ഹെൽഡ് അറ്റ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്. G7 ഉച്ചകോടി അത് എവിടെ വെച്ചായിരുന്നു നടന്നത്? G7 ഉച്ചകോടിയുടെ വേദിയും എവിടെ തന്നെയാണ്? 11ാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 50ാമത്തെ G7 സമ്മിറ്റ് ഇറ്റലിയിലായിരുന്നു അതിൻ്റെ വേദി.
അപ്പം ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങും എവിടെ വെച്ചായിരുന്നു? ഇറ്റലിയിലെ കാപ്രി ഐലൻഡിലായിരുന്നു. കാപ്രി ഐലൻഡ് എന്ന് ഓർത്തിരിക്കുക, കാപ്രി ഐലൻഡ്. ഓക്കെ, അപ്പം G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. ഫോറിൻ മിനിസ്റ്റേഴ്സ് ഫോർ G7 അതും ഇറ്റലി. നെക്സ്റ്റ്, വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റ്. ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് 2024 എവിടെ ആയിരുന്നു വേദി? അബുദാബി. എന്താ ഈ ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് എന്ന് വെച്ചാൽ? ലോക ഭാവി ഊർജ ഉച്ചകോടി എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്. ലോക ഭാവി ഊർജ ഉച്ചകോടി. അതായത് റിന്യൂവബിൾ എനർജിയൊക്കെ മുൻനിർത്തി ഉള്ള ഒരു സമ്മിറ്റാണ്. വേൾഡ് വൈഡായിട്ട് റിന്യൂവബിൾ എനർജി കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളൊരു ആശയമാണ് ആ സമ്മിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ വേദി അബുദാബിയാണ്. 2024 അബുദാബി. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ, ഇത് 2024 ആണോ 2025 ആണോ എന്ന്. അത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാമേ. 2025 എന്നൊരു സംശയം എനിക്ക് മനസ്സിൽ വരുന്നുണ്ട്. അടുത്ത് നോക്കുക, 50ാമത്തെ G7 സമ്മിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റലിയാണ്. ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റി 2024 വാസ് ഹെൽഡ് അറ്റ് വിയന്ന, ഓസ്ട്രിയ. അപ്പം ഐക്കൺസ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അതായത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റി, ആണവ സുരക്ഷാ ഉച്ചകോടി എന്ന് അറിയപ്പെടും. ആണവ സുരക്ഷാ ഉച്ചകോടി 2024 നടന്നത് വിയന്ന, ഓസ്ട്രിയ. അടുത്ത, വേൾഡ് ഫസ്റ്റ് AI സെക്യൂരിറ്റി സമ്മിറ്റ് ടുക്ക് പ്ലേസ് അറ്റ് ബ്ലച്ച്ലി പാർക്ക്, UK. അടുത്ത, ഫസ്റ്റ് AI സെക്യൂരിറ്റി സമ്മിറ്റാണ്. വേൾഡ് ഫസ്റ്റ് AI സെക്യൂരിറ്റി സമ്മിറ്റ്. ഇപ്പോൾ ഒരു സമ്മിറ്റ് നടക്കുന്നുണ്ട്. പാരീസിൽ അല്ലേ, ഫ്രാൻസിൽ, പാരീസിൽ. അത് ഏതാണ്? AI ആക്ഷൻ സമ്മിറ്റാണ്. AI ആക്ഷൻ സമ്മിറ്റ്. ഇത് AI സെക്യൂരിറ്റി സമ്മിറ്റ്. കുറേ ഉണ്ട്. ക്ലൈമറ്റ് വരുമ്പോൾ ക്ലൈമറ്റിൻ്റെ തന്നെ കുറേ ഉണ്ട്. ഇപ്പോൾ AI ആയതുകൊണ്ട് എല്ലാം AI അല്ലേ. അപ്പോൾ AI വെച്ച് തന്നെ കുറേ ഗ്ലോബൽ AI ഉണ്ട്, AI സെക്യൂരിറ്റി ഉണ്ട്, AI ആക്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ സമ്മിറ്റുകൾ AI വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓർത്തിരിക്കുക, AI സെക്യൂരിറ്റി സമ്മിറ്റാണ് ബ്ലച്ച്ലി പാർക്ക്, UK. അടുത്ത് നോക്കൂ, 10th വേൾഡ് വാട്ടർ ഫോറം. വാട്ടർ ഫോറം? ബാലി, ഇന്തോനേഷ്യ. വാട്ടർ ഫോറം, 10ാമത്തെ വാട്ടർ ഫോറം 2024 ബാലി, ഇന്തോനേഷ്യ. അടുത്ത, വേൾഡ് ഹൈഡ്രജൻ സമ്മിറ്റ് 2024 റോട്ടർഡാം, നെതർലാൻഡ്സ്. ഹൈഡ്രജൻ സമ്മിറ്റ് കേട്ടോ, ഹൈഡ്രജൻ സമ്മിറ്റ് റോട്ടർഡാം, നെതർലാൻഡ്സ്. അപ്പോൾ ഇത്ര ഒന്നുകൂടെ നമ്മൾ പറഞ്ഞാലോ. നമ്മൾ പറഞ്ഞത് കോപ്പിറൈറ്റ് ഡേ ഏപ്രിൽ 23 ബുക്ക് കോപ്പിറൈറ്റ് ഡേ. അതിൻ്റെ തീം എന്താ? റീഡ് യുവർ ഡേ. G7 ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് എവിടെയായിരുന്നു? ഇറ്റലി തന്നെ. കാപ്രി ഐലൻഡ്. ഇറ്റലിയിൽ തന്നെ ആയിരുന്നു G7 സമ്മിറ്റ്. എത്രാമത്തെ ആയിരുന്നു? 50ാമത്തെ. വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് ഞാൻ പറഞ്ഞു വേദി? അബുദാബി. 2025 ആണോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. ഇനി ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ എന്ന് അറിയത്തില്ല. അടുത്ത നോക്കുക, ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റി, അതായത് ആണവ സുരക്ഷാ സമ്മിറ്റ് കോൺഫറൻസ് 2024 വാസ് ഹെൽഡ് അറ്റ് വിയന്ന, ഓസ്ട്രിയ. വിയന്ന. ഐക്കൺസിൻ്റെ വിയന്ന, ഓസ്ട്രിയ. വേൾഡ് ഫസ്റ്റ് AI സെക്യൂരിറ്റി സമ്മിറ്റ് ബ്ലച്ച്ലി പാർക്ക്, UK. 10th വേൾഡ് വാട്ടർ ഫോറം ബാലി, ഇന്തോനേഷ്യ. വാട്ടർ ഫോറം ഓർത്തിരിക്കുക, വാട്ടർ ഫോറം ബാലി, ഇന്തോനേഷ്യ. ഹൈഡ്രജൻ സമ്മിറ്റ് റോട്ടർഡാം, നെതർലാൻഡ്സ്. ഇതിന് മുമ്പ് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ? ബ്രിക്സ്, നാം ഓർമ്മയുണ്ടോ? ബ്രിക്സിൻ്റെ എവിടെയായിരുന്നു? ബ്രിക്സ് ഓർത്ത് നോക്കിയേ. ബ്രിക്സ് നമ്മൾ പറഞ്ഞു റഷ്യ എന്ന് നമുക്കറിയാം. റഷ്യയിൽ എവിടെയായിരുന്നു? കസാൻ. നാം എവിടെയാന്ന് നമ്മൾ പറഞ്ഞേ? ഉഗാണ്ടയിലാന്ന് പറഞ്ഞു. ഉഗാണ്ടയിൽ കമ്പാല. ഓർമ്മയുണ്ടോ? നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ അവിടേക്ക് വരാം. അടുത്തതിലോട്ട് പോയാലോ? അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്തത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സബ്മിറ്റ്. അതായത് 2024 സമ്മിറ്റായിരുന്നു നടന്നത്. അതെവിടെ നടന്നേ?
കസാക്കിസ്ഥാൻ. അസ്താനയിൽ കസാക്കിസ്ഥാനിലാണ്. മനസ്സിലായോ? കസാക്കിസ്ഥാൻ അസ്താന. ഷാങ്ഹായ് കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. ഷാങ്ഹായ് കോർപ്പറേഷൻ മൂവ്മെൻറ്റിൽ ഏതൊക്കെ രാജ്യങ്ങൾ അംഗങ്ങളാണെന്നൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നത്. എത്ര രാജ്യങ്ങളുണ്ട് അംഗങ്ങൾ ഷാങ്ഹായ്? ഈ ചൈനയുണ്ട്, റഷ്യയുണ്ട്. ചൈനയും റഷ്യയാണ് മെയിൻ സഖ്യങ്ങൾ അതിനകത്തുള്ളത്, സഖ്യകക്ഷികൾ. പിന്നെ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കുറേ കിസ്ഥാൻ ഉണ്ടല്ലോ. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഇല്ലെന്ന് ഓർക്കുക. പാകിസ്ഥാൻ ഉണ്ട്. ഇന്ത്യ ഇതിൽ അംഗമാണോ? ഷാങ്ഹായിൽ? അതെ, ഇന്ത്യ ഇതിൽ അംഗമാണ്. ഏത് വർഷം ഇന്ത്യ അംഗമായത്? ഇന്ത്യ അംഗമായത് 2017 ഇന്ത്യ അംഗത്വം നേടുന്നത്. ഏറ്റവും അവസാനം അംഗത്വം ലഭിച്ച രാജ്യം ഏതെന്നറിയാമോ? 2024 ഒരു രാജ്യം അംഗമായിട്ടുണ്ട്. ഏതായിരുന്നു? ബെലാറസ്. ബെലാറസ്. ഓർത്തിരിക്കണേ. അപ്പം ഇത്രയും ഓർത്തിരിക്കാം. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയാമോ? ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബീജിങ്. ചൈനയാണ്. ഇതിൽ ചൈനയും റഷ്യയാണ് മെയിനായിട്ട് ലീഡേഴ്സായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബെയ്ജിങ്, ചൈനയിലെ ബെയ്ജിങ്ങിലാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത്ര ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. വെന്യൂ ഫോർ ദ ഫ്യൂച്ചർ സമ്മിറ്റ്. നേരത്തെ നമ്മൾ ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് എന്നാണ് പറഞ്ഞത്. ഫ്യൂച്ചർ എനർജി സമ്മിറ്റ്. ഇത് നോക്കൂ, ഫ്യൂച്ചർ സമ്മിറ്റാണ്. അപ്പം UN ഫ്യൂച്ചർ സമ്മിറ്റ്, ഭാവി ഉച്ചകോടി എന്ന് പറയും. ഭാവി ഉച്ചമത്തേത് ഭാവി ഊർജ ഉച്ചകോടിയാണ്. അതെവിടെയായിരുന്നു നടന്നത്? ഭാവി ഊർജ ഉച്ചകോടി എവിടെയായിരുന്നു? നമ്മൾ മറന്നോ? എവിടെയായിരുന്നു ഭാവി ഊർജ ഉച്ചകോടി? എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ വരുന്നതൊക്കെ കമൻറ്റ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും. എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അടുത്ത നോക്കുക, നമ്മൾ ഫ്യൂച്ചർ സമ്മിറ്റ് പറയുന്നത് എവിടെയാ? ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക്. ഊർജ ഉച്ചകോടി എവിടെയാണെന്ന് ഓർത്തെടുക്കുക. അപ്പം ഫ്യൂച്ചർ സമ്മിറ്റ് 2024 നടന്നത് ന്യൂയോർക്ക്. അടുത്തത് 19th G20 സമ്മിറ്റ് എവിടെ നടന്നത്? റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ് G20. അടുത്ത് നോക്കൂ, UN ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ്, ജൈവ വൈവിധ്യ ഉച്ചകോടി, വൈവിധ്യ സമ്മേളനം എന്നൊക്കെ പറയാം. അതാണ് ഏത്? COP16. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഒരു COP എന്താണ്? അതായത് COP29 നമ്മൾ പറഞ്ഞത് ക്ലൈമറ്റ്. അതെവിടായിരുന്നു? ക്ലൈമറ്റ് വേദി ബാക്കു, അസർബൈജാൻ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇതെവിടാ? COP60 കാലി, കൊളംബിയ. ബയോഡൈവേഴ്സിറ്റി എന്നല്ലേ. അപ്പോൾ കാലി, കൊളംബിയ. ഓർത്തിരിക്കണേ. അടുത്ത 2024 സബ്മിറ്റ് ഫോർ കോമൺവെൽത്ത് കൺട്രീസിൻ്റെ സമ്മിറ്റ് എവിടെ? സമോവയിലാണ്. സമോവ എന്തുവാന്ന് നിങ്ങൾക്ക് ചോദിച്ചു. സമോവ ഒരു രാജ്യം തന്നെയാണ് കേട്ടോ. അത് സൗത്ത് പസഫിക് ഓഷ്യൻ്റെ സൗത്ത് റീജിയണിൽ വരുന്ന ഒരു കൺട്രിയാണ് സമോവ എന്ന് പറയുന്നത്. അതൊരു ഐലൻഡ് കൺട്രിയാണേ. അപ്പം കോമൺവെൽത്ത് കൺട്രീസിൻ്റെ സമ്മിറ്റ് സമോവ എന്ന് ഓർത്തിരിക്കുക. കോമൺവെൽത്ത് കൺട്രീസ് സമോവ. അടുത്ത് നോക്കൂ, ഏറ്റവും അവസാനത്തെ ചോദ്യം. ഗ്ലോബൽ AI സമ്മിറ്റ് 2024 എവിടെ? ഹൈദരാബാദിലാണ്. അത് ഇന്ത്യയിലാണ് നടന്നത്. ഗ്ലോബൽ AI സമ്മിറ്റ് 2024. അത് ആദ്യത്തെ തന്നെയാണെന്ന് തോന്നുന്നത്. ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. ആദ്യത്തേതാണ് 2024 നടന്നത്. അതാണ് ഹൈദരാബാദ്. അപ്പം നമുക്ക് ഒന്നുകൂടെ ആ ലാസ്റ്റ് 2 സ്ലൈഡ് കൂടെ പറഞ്ഞു നോക്കിയാലോ. നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ എവിടെയായിരുന്നു ഫ്യൂച്ചർ എനർജി സബ്മിറ്റ്? അത് 2025 ആണെന്നാണ് എൻ്റെ ഒരു ബലമായ ഡൗട്ട്. അപ്പം നമ്മളത് കമൻറ്റ് ചെയ്യാമേ. ഫ്യൂച്ചർ എനർജി എവിടെയാണെന്ന് പറഞ്ഞേ? അബുദാബി എന്നാണ് പറഞ്ഞത്. 2025 എനിക്ക് ബലമായിട്ട് തോന്നുന്നുണ്ടേ. അപ്പം നിങ്ങളത് ജസ്റ്റ് ഓർത്തിരിക്കേണ്ട, അത് വിട്ട് കളഞ്ഞേക്കും. അടുത്ത G7 എവിടെയായിരുന്നു? G7 എവിടെയായിരുന്നു? ഇറ്റലി. ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ എവിടെയായിരുന്നു? ഇറ്റലി തന്നെയാണ്. ഫോറിൻ മിനിസ്റ്റേഴ്സ് G7. ഓക്കെ. അടുത്തത് എവിടെ പറഞ്ഞത്? ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റി, ആണവ സുരക്ഷാ ഉച്ചകോടി, വിയന്ന, ഓസ്ട്രിയ. AI സെക്യൂരിറ്റി എവിടെ? AI സെക്യൂരിറ്റി ബ്ലച്ച്ലി പാർക്ക്, UK. നമ്മൾ പിന്നെ അവസാനം ഒരു AI പറഞ്ഞു. ഗ്ലോബൽ AI സമ്മിറ്റ് എവിടെ? ഹൈദരാബാദ്. ഗ്ലോബൽ AI ഇത് വേൾഡ് ഫസ്റ്റ് AI സെക്യൂരിറ്റി സമ്മിറ്റാണ്. ബ്ലച്ച്ലി പാർക്ക്, UK. അപ്പോൾ AI ഒക്കെ ഈ അടുത്തിടയ്ക്കല്ലേ വന്നു തുടങ്ങി. അപ്പോഴാണ് ഈ AI സമ്മിറ്റുകൾ
ഫോം ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്തിടയ്ക്കൊക്കെ നടക്കുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡൊക്കെ ആയിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ മിക്കവാറും ഉള്ളത് എന്താ, കഴിഞ്ഞ വർഷമൊക്കെ നടന്നത് ഫസ്റ്റ് സമ്മിറ്റുകളാണ് നടന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞ വാട്ടർ ഫോറം ബാലി, ഇന്തോനേഷ്യ. ഹൈഡ്രജൻ സമ്മിറ്റ് എവിടെ, റോട്ടർഡാം, നെതർലാൻഡ്സ്. ഓക്കെ, അടുത്തതിലോട്ട് പോയാലോ. ലാസ്റ്റ് അതുകൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇത് നമ്മൾ പറഞ്ഞ ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ 24 2024 24ാമത്തെ ആണെന്ന് നമ്മൾ പറഞ്ഞു. 2024 24ാമത്തെ. എവിടെ അത്, കസാക്കിസ്ഥാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കിസ്ഥാൻ വരുന്ന കുറേ കൺട്രീസ് ഉണ്ടെന്ന്. അപ്പോൾ 2024 കസാക്കിസ്ഥാൻ ആയിരുന്നു. അതിൻ്റെ സിറ്റി പറയുന്നത് അസ്താന. അടുത്ത ഫ്യൂച്ചർ സമ്മിറ്റ് 2024 എവിടെ, ന്യൂയോർക്ക്. ഫ്യൂച്ചർ എനർജി നമ്മൾ പറഞ്ഞ ഡൗട്ട് മാറ്റി നിർത്തിയേക്കുന്നത്. അടുത്ത 19th G20 സമ്മിറ്റ്. G20 ആകുമ്പോൾ റിയോ ഡി ജനീറോ, ബ്രസീൽ. G20, G7 പറഞ്ഞു, ബ്രിക്സ് എവിടെയായിരുന്നു, റഷ്യ, കസാൻ. G7 എവിടെയായിരുന്നു, ഇറ്റലി. G20 എവിടെ, റിയോ ഡി ജനീറോ, ബ്രസീൽ. UN ബയോഡൈവേഴ്സിറ്റി ഇവിടെ, ബയോഡൈവേഴ്സിറ്റി കാലി. COP16 ആണെന്ന് ഓർത്തിരിക്കുക. കാലി, കൊളംബിയ. അടുത്ത് നമ്മൾ പറഞ്ഞ കോമൺവെൽത്ത് കൺട്രീസിൻ്റെ എവിടെയായിരുന്നു, സമോവ. ഒടുവിൽ പറഞ്ഞ ഗ്ലോബൽ AI സമ്മിറ്റ് 2024 ഹൈദരാബാദ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കണം എപ്പോഴും. 2 തവണ കേൾക്കുക, 2 തവണ വായിക്കുക. അപ്പോഴത്തേക്ക് സെറ്റ്. ഓപ്ഷൻ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉത്തരം ഉറപ്പായിട്ടും കിട്ടും. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളത് കമൻറ്റിൽ പറയാം, ഫ്യൂച്ചർ എനർജി സമ്മിറ്റിൻ്റെ കാര്യം. അപ്പം താങ്ക് യു.